ഹലോ, അപ്പോൾ ഇന്ന് നമ്മുടെ ഒരു ഡേ ഇൻ മൈ ലൈഫ് എന്നൊന്നും പറയാൻ പറ്റത്തില്ല, ഒരു ഡേ ഔട്ട് വ്ളോഗ് എന്ന് പറയാം. പിന്നെ എനിക്ക് വീഡിയോസ് എടുക്കുന്നതിന് കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ട്, കുറച്ച് സൗകര്യക്കുറവും അങ്ങനെ കാര്യങ്ങളുണ്ടായതുകൊണ്ട് ഫുള്ളി നമുക്ക് എന്തൊക്കെയാണ് ചെയ്യുന്നത് അങ്ങനെയൊന്നും കാണിക്കാൻ പറ്റില്ല. അപ്പോൾ എനിക്കിന്ന് അത്യാവശ്യമായിട്ട് കുറച്ച് പർച്ചേസിന് പോകണം. അപ്പോൾ ഞാനും എൻ്റെ ഒരു ഫ്രണ്ട് എന്നാണോ പറയേണ്ടത്, ബഡ്ഡിയാണ് കൂടെ വരുന്നത്. ആൾ ഹോസ്റ്റലിലാണ് പഠിക്കുന്നത്, എന്നെക്കാട്ടി 10 വയസ്സിന് ഇളയതാണ്. ഞങ്ങൾ ഭയങ്കര കമ്പനിയാണ്. ഞാൻ പണ്ട് ട്യൂഷനൊക്കെ എടുത്തിട്ടുള്ളൊരു കുഞ്ഞു കുട്ടിയായിരുന്നു. ഇപ്പോൾ വളർന്ന് വലുതായി, എന്നെക്കാട്ടി പൊക്കമൊക്കെ വെച്ചിട്ട് എന്നെക്കാട്ടി വലിയ ആളായി. അപ്പോൾ അവളും ഹോസ്റ്റലിൽ നിന്ന് വരുമ്പോൾ ഞങ്ങൾ ഒരുമിച്ചാണ് പർച്ചേസിന് പോകുന്നത്. അപ്പോൾ രാവിലെ കുറച്ച് കുക്കീസ് ബേക്ക് ചെയ്യാനുണ്ടായിരുന്നു, കേക്ക്സ് ഉണ്ടായിരുന്നു. അതെല്ലാം ഫിനിഷ് ചെയ്ത് വെച്ച് പാക്ക് ചെയ്ത് വെച്ച് ഉമ്മയെ ഏൽപ്പിച്ചു വരുമ്പോൾ കൊടുക്കാൻ വേണ്ടിയിട്ട്. അതിന് ശേഷമാണ് മോൾക്ക് കരാട്ടെ ക്ലാസ് ഉണ്ടായിരുന്നു, അതിന് കൊണ്ടാക്കി തിരിച്ച് വിളിച്ച് കൊണ്ടുവന്ന് അതെല്ലാം കഴിഞ്ഞിട്ട് ഇറങ്ങി. അങ്ങനെ നമ്മൾ ആദ്യം ഹാമ്പേഴ്സൊക്കെ മേടിക്കുന്ന ഷോപ്പിൽ പോയി കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചു. അത് അലോഹ എന്ന് പറയുന്ന കരുനാഗപ്പള്ളിയിൽ KSRTC സ്റ്റാൻഡിന് ഓപ്പോസിറ്റുള്ള ഒരു ആർക്കേഡിൽ ഒരു ബിൽഡിങ്ങിൽ ഫസ്റ്റ് ഫ്ലോറിലുള്ളൊരു ഷോപ്പാണ്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ കരുനാഗപ്പള്ളിയിലെ മെയിൻ ഒരു ടെക്സ്റ്റൈൽസ് എസ് ഭാരത് കളക്ഷൻസ് എന്ന് പറയുന്ന അവിടെ പോയി. അപ്പോൾ ഡെയിലി വെയേഴ്സ് കളക്ഷനൊക്കെ നോക്കി, അവൾക്കും കുറച്ച് മേടിക്കണമായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് അവിടുത്തെ ഒരു ഫാൻസി സെക്ഷനുണ്ട്, അവിടെ ഒരുപാട് നല്ല കളക്ഷൻ ഓഫ് ഓർണമെൻറ്റ്സ് ഉണ്ട്, ബ്യൂട്ടി പ്രോഡക്റ്റ്സ് ഉണ്ട്, എല്ലാം ഉണ്ട്, കോസ്മെറ്റിക്സ് എല്ലാ ഐറ്റംസും ഉണ്ട്. അങ്ങനെ അവിടുന്ന് നമ്മളൊന്നും പ്രത്യേകിച്ച് മേടിച്ചില്ല, ജസ്റ്റ് ഒന്ന് കാണിക്കണം. അവളൊരു മാല എന്തോ മേടിച്ചു. അങ്ങനെ അത് കഴിഞ്ഞിട്ട് നമ്മൾ മെയിൻ പരിപാടിയിലേക്ക് കിടക്കുകയാണ്. നമ്മുടെ ഫേവറേറ്റ്, ഞങ്ങൾ രണ്ടുപേരും ഫേവറേറ്റ് ആണ് കേക്ക്സ് ആൻഡ് ബേക്സ് എന്ന് പറയുന്ന ബേക്കറിയുടെ ടോപ്പിൽ അവരുടെ തന്നെ കാപ്പി കഫേ. അപ്പോൾ അവിടേക്കാണ് നമ്മൾ പോയത്. അപ്പോൾ അവിടെ നല്ല അടിപൊളി ഫുഡാണ്, ആംബിയൻസും അടിപൊളിയാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു ഷോർട്ട് വീഡിയോ ഞാൻ എന്തായാലും ചെയ്യുന്നുണ്ട് കേട്ടോ. ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടൊരു ഷോർട്ട് വീഡിയോ ചെയ്യാം. അപ്പോൾ നമ്മൾ കഴിച്ചതെന്ന് വെച്ചാൽ പിസ്സ, ചിക്കൻ ചീസി പിസ്സ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ നഗറ്റ്സും പൊട്ടറ്റോ വെഡ്ജസും ആണ്. എല്ലാം നല്ലതായിരുന്നു, കഴിക്കാൻ നല്ല ഫില്ലിംഗ് ആണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ പെപ്പിനോ എന്ന് പറയുന്നത്, അതിൻ്റെ ഓൾറെഡി ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട് ഷോർട്സിൽ. പെപ്പിനോ എന്ന് പറയുന്നൊരു ഐസ് നമ്മുടെ ഐസ്ക്രീംസൊക്കെ കിട്ടുന്നൊരു ഷോപ്പുണ്ട്. അവിടെയും പോയതിനു ശേഷം നമ്മൾ നേരെ തിരിച്ച് വീട്ടിലോട്ട് വന്നു. അപ്പോൾ അത്രയേ ഉള്ളൂ ഒരു ദിവസം ഞങ്ങളുടെ പർച്ചേസ് വ്ളോഗ് എന്നൊക്കെ പറയാം. പർച്ചേസിനാണ് മെയിൻ പോയെങ്കിലും ഫുഡിനെയായിരുന്നു പ്രധാനം. പിന്നെ നമ്മൾ ഇടയ്ക്ക് ഇങ്ങനെ ഒന്ന് പുറത്ത് പോകാറുണ്ട്, അവളും ഞാനും കൂടെ. എന്തെങ്കിലും സാധനങ്ങൾ മേടിക്കാൻ മാത്രമാണ് പോകുന്നത്. അപ്പോൾ ഇങ്ങനെ ഒന്ന് വൈബൊക്കെ ചെയ്തിട്ടാണ് തിരിച്ചു വരുന്നത്. ഒരു സന്തോഷമല്ലേ നമ്മളെപ്പോഴും ഇങ്ങനെ ബിസി ഷെഡ്യൂളിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ ഒരു ഓഫ് ഡേ ഒക്കെ കിട്ടുക, അല്ലെങ്കിൽ കുറച്ച് നേരം ഇങ്ങനെ സ്പെൻഡ് ചെയ്യാന്നൊക്കെ പറയുന്നത് ഭയങ്കര നല്ലൊരു. അപ്പോൾ അത്രയേ ഉള്ളൂ. ബൈ.